കഴിഞ്ഞ വീഡിയോ എവിടെ നിർത്തിയോ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. വീട്ടിലൊരു ചെറിയൊരു ഗാർഡനിങ് ഏരിയ, അതായത് നമ്മുടെ ബാൽക്കണി ഇല്ല ഞങ്ങൾക്ക്, ആക്ച്വലി വിൻഡോയുടെ സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് പിടിപ്പിക്കാം എന്നൊരു തോന്നൽ, എന്നൊരാഗ്രഹം വന്നു. എനിക്കറിയാം കുറച്ച് ലേറ്റായി പോയി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നല്ല പോലെ മടിയുണ്ട്. എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര മടിയാണ്. കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വോയിസ് ഓവർ ചെയ്ത് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പണ്ട് അജ്മാനിലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ബാൽക്കണി ഞാൻ അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് ആ ചെടികളെയൊക്കെ നോക്കിയതും വെള്ളം ഒഴിച്ചതും ഒക്കെ പാവം എൻ്റെ ഉമ്മ ആയിരുന്നു. അതെന്താന്ന് വെച്ചാലേ, ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡാവും. പിന്നെ എനിക്ക് മീൻസ് വേറെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് തോന്നത്തില്ല. ഫോണും തോണ്ടി ഇങ്ങനെ ഇരിക്കും. അതിനും കിട്ടും മടേന്ന് നല്ല പോലെ. പക്ഷെ ആ അബദ്ധമൊന്നും ഞാൻ ഇപ്രാവശ്യം കാണിക്കത്തില്ല കേട്ടോ. എന്നാൽ നല്ലതുപോലെ ഞാൻ ഇതിന് ചെടി നേരാവണ്ണം സമയാസമയം വെള്ളമൊക്കെ ഒഴിക്കും. എന്നെക്കാൾ കൂടുതൽ ഇവിടെ ഒരാൾ ഇൻട്രസ്റ്റോടെ വെള്ളമൊക്കെ ഒഴിക്കുന്നത് ആശാനാണ് കേട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡ്. ഞാൻ ഈ ആശാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം ഞാൻ പുള്ളിക്കാരനെയാണ് പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സീഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പൂക്കളുടെ ഭംഗി നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. പക്ഷെ ഇതിൻ്റെ പിന്നാലെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം അത്യാവശ്യം ആഴത്തിൽ വേണം ഇത് കുഴിച്ചിടാൻ. ഞാനിപ്പോൾ കാണിച്ച ഈ 2 ഫ്ലവേഴ്സിന്റെ സീഡ്സും 10 സെന്റിമീറ്റർ ആഴത്തിൽ വേണം കുഴിച്ചിടാനായിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം തോന്നി എന്താണെന്നറിയോ, ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് ഓൾറെഡി അത് മുളച്ച് വന്നതാണ് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ രീതിയിലൊരു ഹോപ്പുണ്ട്, ഇതെന്തായാലും കിളിർത്ത് വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും ഇത് കിളിർത്ത് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനെ 10 സെന്റിമീറ്റർ ആഴത്തിൽ വെക്കേണ്ട ആദ്യത്തെ സെറ്റ് ഓഫ് സീഡ്സ് നമ്മൾ വെച്ചു. എൻ്റെ ആ കൂടി ഒരേ ഒരു പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത്ര നീളത്തിലും വലിപ്പത്തിലും ഉള്ളത്. സോ അത് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ വെക്കുന്നതും 10 സെന്റിമീറ്റർ ആഴത്തിൽ വെക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യുക, എൻ്റെ കയ്യിൽ ആ കൂടി ഇതേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല. ഞാൻ ഇങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കാണുന്നത് അത് 10 സെന്റിമീറ്റർ ആഴത്തിൽ വെക്കേണ്ടതാണെന്ന്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ഈ 2 ഫ്ലവേഴ്സും 5 സെന്റിമീറ്റർ ആഴത്തിലുള്ളതാണ്. എന്തിനാണ് ഇവർ, എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ എന്താ ചെയ്യുക ഞാൻ. എന്തായാലും ഒരു പരീക്ഷണമാണ് എല്ലാം. ഒരു പ്രതീക്ഷയില്ല എനിക്കിത് കിളിച്ച് വരുമോ ഇല്ലയോ എന്നൊന്നും. എന്തായാലും ഞാനെല്ലാം അതിൻ്റെതായ രീതിയിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണിക്കുന്ന ഇതല്ലേ ഒറ്റ സീഡാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ്. പക്ഷെ അത് വരുമോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കാലാവസ്ഥ പ്രവചനം പോലെ മഴ വരാം, മഴ വരാതിരിക്കാം. അതേപോലെ ഇത് കിളിർത്ത് വരാം, ഇത് കിളിർത്ത് വരാതിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ ഏക ഒരു ആശ്വാസം, ഞാൻ ഇച്ചിരി പൂവുള്ള വേറൊരു പ്ലാന്റ് ഓൾറെഡി കിളിച്ചിരുന്നത് ഞാൻ എടുത്തു. പിന്നെ അത് മാറ്റി നടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൂവിടുമെന്ന് തോന്നുന്നു. ഓൾറെഡി ഇതിനകത്ത് പൂവും പിന്നെ ചെറിയ ചെറിയ ബഡ്സൊക്കെ ഉണ്ട് അതിനകത്ത്. ആകെയുള്ള പ്രതീക്ഷ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇനി എപ്പോൾ കിളിച്ച് വരും, എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല. അതെന്നോട് ചോദിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴത്തേക്കും ആശാൻ ചെടികളെല്ലാം വിൻഡോ സൈഡിൽ വെക്കും. ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പം ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചായയും ഒരു ഉഴുന്നുവടയും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, വണക്കം. ദിസ് ഇസ് ഷബി സൈനിങ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നെക്സ്റ്റ് ടൈം ഇടും കേട്ടോ, പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര പേര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ, അവരും കൂടെ കാണട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തെ ബെൽ ബട്ടനും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരയ്ക്കും ബൈ ബൈ.